ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റമൊക്കെ കണ്ടപ്പോൾ ഒരു ഹാങ് ഓവർ. അപ്പോൾ നമുക്കൊരു മുത്തുക്കുട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളിതാ ഇതുപോലത്തെ ഒരു ഫ്രെയിമിലേക്ക് യാൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചുറ്റി ഇതിനെ കംപ്ലീറ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. വെക്കേഷൻ കാലമൊക്കെ ആണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ആകെ നമുക്ക് 2 കളറിലുള്ള യാണും കുറച്ച് ലേസും ഈ ഒരു ഫ്രെയിമും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് മോളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇളയ മോളാണ്, അവളും കൂടി ഇരുന്ന് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പല കളറിലുള്ള കുടകൾ നമുക്ക് വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കാം, ഞാനത് ചെയ്യുന്ന രീതികൾ ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഇപ്പോൾ വെക്കേഷനിൽ കുട്ടികൾ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്കും കുറച്ച് സ്കില്ലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എൻഡിലേക്ക് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് അതങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. കംപ്ലീറ്റ്ലി അത് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ താഴത്തെ ഏതെങ്കിലും ഒരു നോഡിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി അതൊന്ന് കെട്ടി മുറുക്കിയിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കിയിട്ടൊന്ന് കെട്ടിയിടുക കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ആയതുകൊണ്ട് നമ്മളതങ്ങനെ പുറത്തേക്ക് കാണില്ല. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ പാർട്ടിലേക്ക് വേണ്ടിയിട്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ ഒരു ഡാർക്ക് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ യാൺ വെച്ചിട്ട് ഇങ്ങനെ ആദ്യം ഇതിൻ്റെ റൗണ്ട് സൈഡുകൾ ചുറ്റി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ നീളത്തിലുള്ള ആ കമ്പിയുടെ പാർട്ടിലേക്കും കൂടി നമ്മൾ ആ യാൺ ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റണം, അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കും. കുട ചുറ്റുമ്പോഴും അത് ടൈറ്റായിട്ട് ചുറ്റിയാൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ അതൊന്ന് ചുറ്റി കൊടുക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും ലൈസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുത്തുക്കുട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് പൂജാമുറിയിലേക്ക് വെക്കുകയാണ്. നമ്മളുടെ ഒരു വൃന്ദാവൻ സെറ്റിങ്സ് നമ്മൾ മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ 1-2 സാധനങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളിതായി കുടയും കൂടി വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ മുകളിലൊരു ബെല്ലും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാക്റ്റായിട്ട് ആ കുടയുടെ ഒരു ഫിനിഷിങ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ.